ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 10th സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 9 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇവിടെ കാർഡ്സിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പ്ലേലിസ്റ്റ് കിട്ടും, അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അത് കാണാത്തവർ ദയവേത് അത് കണ്ടിട്ട് വന്ന് ഈ സെഷൻ കാണുക. കാരണം ആ സെഷനിലുള്ള കൺസെപ്റ്റിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ആദ്യം കറണ്ടിനെ കുറിച്ചും പിന്നെ റെസിസ്റ്റൻസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിനുശേഷം കിർച്ചോഫ്സ് ലോസ് പഠിച്ചായിരുന്നു. പിന്നെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജും മീറ്റർ ബ്രിഡ്ജും പഠിച്ചു. ഇവിടെ ചെയ്യാൻ നമ്മൾ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സർക്യൂട്ട്സിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, എങ്ങനെ എളുപ്പത്തിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ തിയറി എക്സാമിന് നിങ്ങൾക്ക് ഈ സെഷനിലുള്ള പോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അപ്പൊ നിങ്ങൾ തിയറി എക്സാമിന് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് തരും, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് ആയിരിക്കും, പല കണക്ഷൻസ് ഉണ്ടാവും, അതിൽ കുറെ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഞാൻ ഈ വരച്ചേക്കുന്ന പോലെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ട് 2 പോയിന്റിനിടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ സീരീസ് കണക്ഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിലുള്ള റെസിസ്റ്റൻസ് വെച്ചിട്ടോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കിർച്ചോഫ്സ് ലോസ്. അപ്പൊ കിർച്ചോഫ്സ് ലോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ കോംപ്ലക്സ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അങ്ങനെ ടൈം എടുക്കാതെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഷോർട്ട് കട്ട്സ് ആണ്, ഇതിന്റെ പ്രൂഫ്സ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. കാരണം അഗൈൻ ഇത് കേരള എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ JEE അതുപോലുള്ള എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എഴുതി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം നിങ്ങൾക്ക് ഓപ്ഷൻസ് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട്സ് ആയിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതിന്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫിസിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതായിരിക്കും. ഞാൻ കമന്റ്സിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ സെഷനിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ ടു ഡെൽറ്റ ആൻഡ് ഡെൽറ്റ ടു സ്റ്റാർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താണ് സ്റ്റാർ ടു ഡെൽറ്റ? നമുക്ക് എപ്പോഴും വരുന്നത് 3 സൈഡിൽ ഉള്ള കണക്ഷൻസ് ആയിരിക്കും. സാധാരണ 2 സൈഡിലുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആൻഡ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് R1 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോയിന്റിന് ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ R1 + R2 എന്നെടുത്താൽ മതി. 3 റെസിസ്റ്റർ ആണ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് R1 + R2 + R3 ആണെങ്കിൽ എനിക്ക് R1 + R2 + R3 എന്നെടുത്താൽ മതി. അപ്പോ 2 കണക്ഷൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, 2 എൻഡ്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഞാൻ വേറൊരെണ്ണം പറയുവാണ്, ഇവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും സീരീസ് പാരലൽ മെത്തേഡ് വെച്ചിട്ട്. പക്ഷേ പലപ്പോഴും സർക്യൂട്ടിൽ 2ൽ കൂടുതൽ എൻഡ്സ് വരാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന കൺസെപ്റ്റിൽ 3 എൻഡ്സ് ആണ് വരുന്നത്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഓക്കെ, അപ്പൊ 3 എൻഡ്സ് വരുന്നു ആൻഡ് ഒരു ജംഗ്ഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്, ഒരു നക്ഷത്രം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ വരച്ച് വെച്ചിരിക്കുന്നത്. ഈ റൈറ്റിൽ വരച്ച് വെച്ചിരിക്കുന്നത് ഡെൽറ്റ കണക്ഷൻ. ഡെൽറ്റ കണക്ഷനിലും നമുക്ക് 3 എൻഡ്സ് ഉണ്ട്, 1, 2, 3. ഓക്കെ, 3 എൻഡ്സ് ഉണ്ട് ആൻഡ് അവിടെ ജംഗ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോ സർക്യൂട്ട് വരുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ 3 എൻഡ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും സർക്യൂട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്ത് ഈ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സർക്യൂട്ട് എളുപ്പമാകും. ഓക്കെ, സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ചിലപ്പോൾ നേരെ തീർച്ചയായും ഈ രീതിയിലായിരിക്കും സർക്യൂട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഞാൻ പകരം എന്ത് ചെയ്യും, ഇതിനെ റിസോൾവ് ചെയ്ത് ഈ രീതിയിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതേപോലെ ഡെൽറ്റയിൽ നിന്നും സ്റ്റാറിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാർ ടു ഡെൽറ്റ നോക്കാം. സോ ഇവിടെ R1 R2 R3 ഉണ്ട്. ഓക്കെ, ഇതിനെ എനിക്ക് ഡെൽറ്റ ആക്കി മാറ്റണം. ഇപ്പൊ ഡെൽറ്റ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ 3 എൻഡ്സിനെ കണക്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതായി ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ ഇവിടെ ഈ ഡോട്ടഡ് ലൈനിൽ മറ്റൊരു റെസിസ്റ്റർ ഉള്ളതായി ഞാൻ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഈ മൂന്നാമത്തെ സ്ഥലത്ത് അഗൈൻ ഡോട്ടഡ് ലൈനിൽ ഞാൻ കാണിക്കുവാണ്, കാരണം അവിടെ ഇല്ല, നമ്മൾ എഫക്റ്റീവ് ആയിട്ട് അവിടെ 3 റെസിസ്റ്റൻസ് വരുന്നു എന്ന് അസ്യൂം ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ പറയുവാണ് ഇതിനെ ഞാൻ RA എന്ന് വിളിക്കുവാണ്, ഇതിനെ RB എന്ന് വിളിക്കുവാണ്, ഇതിനെ RC എന്ന് വിളിക്കുവാണ്. ഓക്കെ, അപ്പോ ഈ R1 R2 R3നെ നമ്മൾ എഫക്റ്റീവായി RA RB RC എന്ന് ആക്കാൻ പോവാണ്.
ആൻഡ് RA RB RC വാല്യൂ നമുക്ക് എങ്ങനെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ R1 R2 R3 വെച്ച് സർക്യൂട്ട് സോൾവ് ചെയ്യുന്നതിന് പകരം RA RB RC വെച്ച് സർക്യൂട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ അതിനെയാണ് സ്റ്റാർ ടു ഡെൽറ്റ, സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലോട്ട് നമ്മൾ സർക്യൂട്ടിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് എങ്ങനെ കിട്ടും? ഇതിന് നമുക്ക് ഷോർട്ട് കട്ട് ആണ്, ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടതാണ്, ഓർത്ത് വെക്കേണ്ടതാണ്, കാണാതെ പഠിക്കേണ്ടതാണ്. ഇതിന് പ്രൂഫ് ഇല്ല, ആക്ച്വലി പ്രൂഫ് ഉണ്ട്, പക്ഷെ നമ്മൾ പ്രൂഫ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് പ്രൂവ് എഴുതി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഈ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് എളുപ്പം ഇതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഷോർട്ട് കട്ട് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആദ്യം ഞാൻ സ്റ്റാർ ടു ഡെൽറ്റ ആണ് പറയുന്നത്. ഓക്കെ, സ്റ്റാർ ടു ഡെൽറ്റയിൽ നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സം ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ സം ഓഫ് പ്രോഡക്ട്സ് വരും, ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സം ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഓക്കെ ബേസിക്കലി മനസ്സിലാക്കാം. ടോപ്പിൽ സം ഓഫ് പ്രോഡക്ട്സ് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 റെസിസ്റ്റൻസ് ഉണ്ട്. മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട് അകത്ത് സ്റ്റാറിൽ. R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. 1 1 2 3. ഓക്കെ, ഈ മൂന്നിന്റെയും കോമ്പിനേഷൻ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ നമുക്ക് വരാൻ പോകുന്നത് R1 R2 R1 into R2 ഓക്കെ പ്ലസ് R2 into R3. ആദ്യം R1 into R2 ചെയ്തു, R2 into R3 ചെയ്തു, ഇനി R3 into R1 ചെയ്തു, പ്ലസ് R3 into R1. ഇതായിരിക്കും എപ്പോഴും ന്യൂമറേറ്ററിൽ വരുന്നത്. ഓക്കെ, ന്യൂമറേറ്റർ ക്ലിയർ ആയി. ഇനി ഡിനോമിനേറ്റർ, ലെറ്റ്സ് സേ ഞാൻ RA ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് RA ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ സെയിം ആണ്, R1 R2 R2 R3 R3 R1. ഓക്കെ, ഡിനോമിനേറ്ററിൽ എനിക്ക് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഹാൻഡ് ഏതാണോ ആ റെസിസ്റ്റൻസ് ഞാൻ എടുക്കും. അപ്പൊ ഇവിടെ R3 ആയിരിക്കും എനിക്ക് വരുന്നത്. ഓക്കെ, ഇനി RB എഴുതാം നമുക്ക്. RB ഇതേപോലെ തന്നെയാണ്, R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1. ന്യൂമറേറ്റർ സെയിം തന്നെയാണ്, ഡിവൈഡഡ് ബൈ RB ഇവിടെ കിടക്കുവാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള റെസിസ്റ്റൻസ്. ഓക്കെ, R1. ക്ലിയർ? ഇനി RC എഴുതുവാണ് ഞാൻ. വീണ്ടും ന്യൂമറേറ്റർ മാറുന്നില്ല, സം ഓഫ് പ്രോഡക്ട്സ് R1 R2 R2 R3 പ്ലസ് R3 R1 ഡിവൈഡഡ് ബൈ RC ഇവിടെ കിടക്കുവാണ്, RCന്റെ ഓപ്പോസിറ്റ് ഉള്ള റെസിസ്റ്റൻസ് R2. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? സ്റ്റാറിൽ കിടക്കുമായിരുന്നു, 3 എൻഡ്സ് ഉണ്ട്, 3 കണക്ഷൻസ് ഉണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള സർക്യൂട്ടിൽ നിന്നും എനിക്ക് ഡെൽറ്റ ആക്കണം. അതിന് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ഇല്ല, പകരം 3 ആംസ് ഉണ്ട്. 3 ആംസിൽ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കും, അതിന്റെ 3 സൈഡ്സിൽ 3 റെസിസ്റ്റർ ആയിട്ട് വരും. അപ്പൊ അതിനുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. RA എന്ന് പറഞ്ഞത് സം ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്, വിച്ച് ഇസ് R1 R2 R2 R3 R3 R1. അത് മാറത്തില്ല, ഓപ്പോസിറ്റ് R3. അതേപോലെ RB കണ്ടുപിടിക്കുമ്പോൾ സം ഓഫ് റെസിസ്റ്റൻസ് ചെയ്യുക, ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R1. ഓക്കെ, അതേപോലെ R2 ചെയ്യുമ്പോൾ സം ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R2. ഓക്കെ, ഇതിന്റെ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് നോട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോട്ട്സ് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്റെ കൂടെ നോട്ട്സ് എഴുതി പോവുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പലപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നോട്ട്സ് വളരെ ഷോർട്ട് നോട്ട്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ, ചില എന്താ പറയുക, ചില ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ അതിൽ മെൻഷൻ ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ട്സ് എഴുതുമ്പോൾ എന്റെ കൂടെ നോട്ട്സ് എഴുതി പോവാ, അപ്പൊ നിങ്ങൾക്ക് കാര്യവും മനസ്സിലാവും, നിങ്ങൾ കൂടെ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മറക്കാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊന്നും എഴുതിയെടുക്കാമോ? ബിക്കോസ് സ്റ്റാർ ടു ഡെൽറ്റ എന്ന് പറയുന്നതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ ടു സ്റ്റാർ വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് റബ് ചെയ്യുവാണ്, വേണം എന്നുള്ള വീഡിയോ ഇപ്പൊ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഓൾറൈറ്റ്, അപ്പോ നമുക്ക് ഡെൽറ്റ ടു സ്റ്റാർ നോക്കാം. ഡെൽറ്റ ടു സ്റ്റാർ നമ്മൾ പറയുന്നത് വീണ്ടും നമുക്ക് 3 ട്രയാങ്കിൾ, 3 സൈഡിൽ 3 റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെ നമുക്ക് മാറ്റി നമുക്ക് സ്റ്റാർ ആക്കണം. അപ്പൊ സ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നക്ഷത്രം പോലെ ഇരിക്കും. ഓക്കെ, ഇവിടെ ഒരു ജംഗ്ഷൻ,
സ്ട്രേറ്റ് ലൈൻ അല്ല, ഞാനെല്ലാം ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നത്. ഇത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് അത് ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ 3 ഹാൻഡ്സ് ഉണ്ട്, ആ 3 ഹാൻഡ്സിൽ 3 റെസിസ്റ്റർ നമ്മൾ വരച്ചു. ഓക്കെ, ലെറ്റ്സ് സേ ഇതിന് ഞാൻ R1 എന്ന് വിളിക്കുവാണ്, ഇതിന് R2 എന്ന് വിളിക്കുവാണ്, ഇതിന് R3 എന്ന് വിളിക്കുവാണ്. നമ്മൾ എപ്പോഴും സിംപ്ലിസിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്തുള്ള സ്റ്റാറിലുള്ള എല്ലാം നമ്മൾ നമ്പേഴ്സ് ഇട്ട് വിളിക്കും. സോ സ്റ്റാർ കണക്ഷൻ ഉള്ള R1 R2 R3, അതേപോലെ ഇവിടെ സ്റ്റാറിലുള്ള R1 R2 R3. അതേപോലെ ഡെൽറ്റയിലുള്ള റെസിസ്റ്റൻസ് RA RB RC, RA RB RC. ഓക്കെ, സോ സ്റ്റാറിലുള്ളത് ന്യൂമറിക്കൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഡെൽറ്റയിലുള്ളത് നമ്മൾ ആൽഫബറ്റ്സ് വെച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വീണ്ടും കണ്ടുപിടിക്കണം. സോ RA എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് പറഞ്ഞു, സം ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. ന്യൂമറേറ്റർ മാറുന്നില്ല, സം ഓഫ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, താഴെ ഡിനോമിനേറ്ററിൽ മാത്രം എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരും, ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഏത് ആമാണോ അതിന്റെ ഓപ്പോസിറ്റിലുള്ള റെസിസ്റ്റൻസ് വരും. RA ആണെങ്കിൽ R3 വരും, RB ആണെങ്കിൽ R1 വരും, RC ആണെങ്കിൽ R2 വരും. അതേപോലെ ഇവിടെയും എനിക്ക് ഷോർട്ട് കട്ട് പറയാം. ഷോർട്ട് കട്ട് പറയുന്നത് പ്രോഡക്റ്റ് of adjacent divided by sum of resistance. സിമ്പിൾ ആണ്. സം ഓഫ് റെസിസ്റ്റൻസ് ഇവിടെ ഡിനോമിനേറ്റർ ആണ് മാറാത്തത്. സം ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്കറിയാം RA പ്ലസ് RB പ്ലസ് RC ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ലെറ്റ്സ് സേ ഞാൻ ആദ്യം R1 കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, R1 കണ്ടുപിടിക്കാൻ പോവാണ്. ന്യൂമറേറ്റർ എനിക്ക് വേണ്ടത് സം ഓഫ് അഡ്ജസന്റ് സൈഡ്സ് ആണ്. അതായത് ഈ R1 എന്ന് പറഞ്ഞ ആം എവിടെ ഇരിക്കുന്നോ അതിന്റെ 2 ഭാഗത്തുള്ള 2 റെസിസ്റ്റർ എനിക്ക് എടുക്കണം. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ RA ഇൻറ്റു RC എന്ന് ചെയ്യും. RA ഇൻറ്റു RC. ഡിനോമിനേറ്റർ എനിക്ക് മാറത്തില്ല, ഡിനോമിനേറ്ററിൽ സം ഓഫ് റെസിസ്റ്റൻസ് ആണ്. സം ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ്? RA പ്ലസ് RB പ്ലസ് RC. ഓക്കെ, ഇനി R2 എനിക്ക് കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ മാറത്തില്ല, RA പ്ലസ് RB പ്ലസ് RC, അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ന്യൂമറേറ്ററിൽ അഡ്ജസന്റ് സൈഡ്, സോ R2 ആണ് ഞാൻ എടുക്കുന്നത് ഈ ആം. അപ്പൊ ഇതിന്റെ 2 സൈഡിലുള്ള 2 റെസിസ്റ്റൻസ് RA ഇൻറ്റു RB. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി R3. വീണ്ടും ഡിനോമിനേറ്റർ മാറത്തില്ല, ന്യൂമറേറ്ററിൽ അഡ്ജസന്റ് സൈഡ്സ് R3ന്റെ 2 ഭാഗത്തുള്ള 2 ആംസ് RB ഇൻറ്റു RC. ഓക്കെ, സോ പലപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്നത് എന്തിനാണ്? സർക്യൂട്ടിൽ എനിക്ക് ചിലപ്പോ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും കേട്ടോ. പലപ്പോഴും സർക്യൂട്ടിൽ 3 എൻഡ്സ് ഉണ്ടാവും, ഒരൊറ്റ ജംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതല്ല, പകരം ഇതുപോലെ ഇരിക്കുന്നത്, ഈ 3 ആം ഉള്ള ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്ത് എനിക്ക് ഈ രൂപത്തിൽ ആക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർ ടു ഡെൽറ്റ ചെയ്യുന്നത്. നേരെ തിരിച്ചു വരാം, ഡെൽറ്റ ടു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും സർക്യൂട്ടിൽ ഇരിക്കുന്നത്, പക്ഷെ പലപ്പോഴും എനിക്ക് ഇതിലിരിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഡെൽറ്റ ടു സ്റ്റാർ ചെയ്യും. സ്റ്റാർ ടു ഡെൽറ്റ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ സം ഓഫ് പ്രോഡക്ട്സ് ആണ്, ന്യൂമറേറ്റർ കോൺസ്റ്റന്റ് ആണ്, ഡിനോമിനേറ്റർ മാറിക്കൊണ്ടിരിക്കും. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. സം ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ R1 R2 R2 R3 R3 R1, അത് എപ്പോഴും സെയിം ആയിരിക്കും. RA പറയുമ്പോൾ ഡിവൈഡഡ് ബൈ R3 ചെയ്യണം, RB പറയുമ്പോൾ ഡിവൈഡഡ് ബൈ R1 ചെയ്യണം, RC പറയുമ്പോൾ ഡിവൈഡഡ് ബൈ R2 ചെയ്യണം. ഇത്രയും നിങ്ങൾ കാണാൻ പഠിച്ചാണ്. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് എഴുതാൻ പറ്റും. തിരിച്ചാണെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ വരുവാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഇവിടെ RA RB RC ഉണ്ട്, എനിക്ക് R1 R2 R3 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ ഡിനോമിനേറ്റർ ആണ് കോൺസ്റ്റന്റ്, സം ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, R1 പ്ലസ് R2 പ്ലസ് R3 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് അഡ്ജസന്റ് എന്ന് പറയുന്നത് ഓരോ ആം എടുക്കുമ്പോഴും ആദ്യം R1 എടുത്തു, അപ്പൊ RA ഇൻറ്റു RC ആയിരിക്കും. അടുത്ത R2 എടുത്തു, RA ഇൻറ്റു RB ആയിരിക്കും. R3 എടുത്തു, RB ഇൻറ്റു RC ആയിരിക്കും. സിമ്പിൾ ആണ്. ഇനി നമുക്ക് ഒരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഉള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു, 2 എൻഡ്സ് ഉണ്ട്. ഈ 2 എൻഡ്സിൽ ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോ അതായത് 2 പോയിന്റ് തരും, ആ 2 പോയിന്റിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സർക്യൂട്ട് ഉണ്ടാവും, ടഫ് ആയിരിക്കും, ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും, നമുക്ക് കണ്ടാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവാത്ത റെസിസ്റ്റൻസ് ആയിരിക്കും. പക്ഷെ സിമ്പിൾ ആണ്. ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കാം, ഇവിടെ AB പോയിന്റ്സ് ഉണ്ട്, AB ഇടയ്ക്ക് 5 റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ,
വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് കാണാത്തവർ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഒന്ന് കണ്ടിട്ട് വരിക. അപ്പൊ അവിടെ ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് ആയിട്ടാണ്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്തായിരുന്നു? 4 ആംസ് ഉണ്ട് ഡയമണ്ട് പോലെ. ഇവിടെ R1, R2, R3, R4 ഇങ്ങനെ 4 ആം ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗാലനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ 5 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് എപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് മുകളിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ താഴെയുള്ള റെസിസ്റ്റൻസ് ആ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ താഴെയുള്ള റെസിസ്റ്റൻസ് പറയുന്നത് 4/2 ഈ ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ ലൂപ്പിൽ. ഓക്കെ, രണ്ടാമത്തെ ലൂപ്പിൽ 2/4 ആണ്. 2/4 ആണ്. ഈക്വൽ ആണോ? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു. ഓക്കെ, 4/2 2/4 ഒന്നല്ല. 1 എന്ന് പറയുന്നത് 4/2 2ആണ്. 2/4 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ അതിന്റെ റേഷ്യോ ഈക്വൽ ആവുന്നില്ല. അപ്പൊ അങ്ങനെ റേഷ്യോ ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. അവിടെ കൺസെപ്റ്റ് പറഞ്ഞത് എന്തുവാ? അങ്ങനെ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ആം ഷോർട്ട് ആയി പോകും. എന്നാൽ നമുക്ക് സിമ്പിൾ ആയി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് വെച്ച് സോൾവ് ചെയ്യാമായിരുന്നു. അറിഞ്ഞൂടാത്തവർ ആ സെഷൻ ഒന്ന് പോയി നോക്കാം. വളരെ സിമ്പിൾ ആണ്. 8ാമത്തെ സെഷൻ ആണ്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ കാർഡ്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8th സെഷനിൽ അത് കാണാൻ പറ്റും, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ്. അപ്പോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ അതല്ലാത്ത കേസാണ്. അപ്പൊ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ സിമിലർ സർക്യൂട്ട് ആണ് വരുന്നത്, പക്ഷെ ഇവിടെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ സെയിം ആവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇനി ശ്രദ്ധിക്കാം. ഈ സർക്യൂട്ടിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാൻ പോകണം. ഇവിടെ നോക്കാം, ഈ ഒരു പാർട്ട് നോക്കൂ, ഈ ലൂപ്പ് നോക്കാം. 1 2 3 ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതൊരു ജംഗ്ഷൻ, ഇതൊരു ജംഗ്ഷൻ, ഇതൊരു ജംഗ്ഷൻ, 3 ജംഗ്ഷൻ ഉണ്ട്. അതേപോലെ ഇപ്പുറത്ത് നോക്കിയാൽ 1 2 3 ജംഗ്ഷൻ ഉണ്ട്. ഞാൻ ഇതിനൊന്ന് റീഡ്രോ ചെയ്യുവാണ്. ഇത് പോയിന്റ് എ, ഇവിടെ 4 ഓം ഉണ്ട്, ഇത് 2 ഓം ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടെ വരയ്ക്കുവാണ്. ഇവിടെ 5 ഓം അല്ലേ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ 5 ഓം ആണ്. ഓക്കെ, ഇതിന് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കുവാണ്. വെറുതെ സ്ക്വയർ ആയിട്ട് വരയ്ക്കുന്നില്ല, പകരം ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കുവാണ്. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ബി ആണ്. എത്ര? ഇവിടെ 2 ഓം, ഇവിടെ 4 ഓം. ഇനി ശ്രദ്ധിക്കാം, ഇത് എന്ത് കണക്ഷൻ ആണ് ഇപ്പുറത്തെ സൈഡിൽ വരുന്നത്? ഞാൻ ഒന്നെങ്കിൽ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ വരയ്ക്കാം. ഞാൻ റൈറ്റിലുള്ള ലൂപ്പിനെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ നോക്കാം. ഞാൻ ഇതിന് നെയിം ചെയ്യുവാണ്. ലെറ്റ്സ് സേ ഇത് CDEF. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. അപ്പോ ഈ DEF എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കാം. ഇതുപോലെ ഇരിക്കുമല്ലോ. ഓക്കെ, DEF എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിൾ ഇരിക്കുന്നത് ഈ ഡെൽറ്റ പോലെയാണ്. ഓക്കെ, ഇനി ആ ഡെൽറ്റയെ സ്റ്റാർ ആക്കിയാലോ? സ്റ്റാർ ആക്കി നോക്കാം നമുക്ക്. ചിലപ്പോൾ സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ആവുമായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ സ്റ്റാർ ആക്കാൻ ഞാൻ പോവാണ്. അപ്പോ ഞാൻ ഇപ്പുറത്തെ തന്നെ വരയ്ക്കുവാണ്. ഇവിടെ 4 ഓം, താഴെ 2 ഓം, ഇവിടെ 5 ഓം. ഓക്കെ, അവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിനെ സ്റ്റാർ ആക്കാൻ പോവാണ്. ഓക്കെ, ഇതിനെ സ്റ്റാർ ആക്കാൻ പോവാണ്. അപ്പൊ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, ഇതിനെ ഞാൻ R1 എന്ന് എടുക്കുവാണ്, ഇതിനെ R2 എന്ന് എടുക്കുവാണ്, ഇതിനെ R3 എന്ന് എടുക്കുവാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡെൽറ്റയെ നമ്മൾ സ്റ്റാർ ആക്കി. ഇവിടെയും 3 ജംഗ്ഷൻ ഉണ്ട്, 1 2 3. സ്റ്റാറിലും 3 ജംഗ്ഷൻ ഉണ്ട്, 1 2, ഇവിടെ 3. ഓക്കെ, സ്റ്റാറിലെ ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കൺസെപ്റ്റ് ആയി. ഓക്കെ, എനിക്ക് ഇനി എന്ത് ചെയ്യണം? ഈ R1 R2 R3 കണ്ടുപിടിക്കണം. ഓക്കെ, R1 ഞാൻ കണ്ടുപിടിക്കാൻ പോകണം. എനിക്കറിയാം എന്താണ് ഇവിടെ ഉള്ള ഫോർമുല. ഡെൽറ്റ ടു സ്റ്റാർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെൽറ്റ ടു സ്റ്റാറിനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ പ്രോഡക്റ്റ് ഓഫ് അഡ്ജസൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് അഡ്ജസൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാൻ ഇതിന്റെ അകത്ത് തന്നെ ഈ സ്റ്റാർ വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ബ്ലൂവിൽ വരച്ചേക്കുന്നതാണ് എന്റെ സ്റ്റാർ. ഇതിന് R1 എന്ന് എടുക്കുന്നു, ഇതിന് R2 എന്ന് എടുക്കുന്നു, ഇതിന് R3 എന്ന് എടുക്കുന്നു. ആദ്യം R1 കണ്ടുപിടിക്കണം. അപ്പോ R1ന്റെ അഡ്ജസന്റ് സൈഡിലുള്ള റെസിസ്റ്റൻസിന്റെ പ്രോഡക്റ്റ് എടുക്കണം. ഓക്കെ, എത്രയാ? 5 × 4 5 × 4
divided by sum of all resistance 5 plus 4 plus 2 എത്ര കിട്ടും 20 divided by 11. ഓക്കെ, ഇനി R2 കണ്ടുപിടിക്കണം. R2 കണ്ടുപിടിക്കാൻ ആദ്യം സം ഓഫ് അഡ്ജസ്റ്റന്റ് 5 plus 2, ഈ R2 ന്റെ രണ്ട് സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ് 5 into 2, 5 plus 2 അല്ല 5 into 2 ആണ്. പ്രോഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ്, പ്രോഡക്റ്റ് ഓഫ് അഡ്ജസ്റ്റന്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് അഡ്ജസ്റ്റന്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ് 4 plus 5 plus 2, 5 plus 4 plus 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 5 into 10, 10 divided by 11. ന്യൂമറേറ്റർ സെയിം തന്നെയാണ് കേട്ടോ. 11 എന്നുള്ള ന്യൂമറേറ്റർ ഇനി സോറി ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. 11 എന്നുള്ള ഡിനോമിനേറ്റർ ഇനി അങ്ങോട്ട് മാറത്തില്ല. ഓക്കെ, ഇനി R3 കണ്ടുപിടിക്കാൻ ഡിനോമിനേറ്റർ മാറത്തില്ല 11. എനിക്ക് സം ഓഫ് അഡ്ജസ്റ്റ് അല്ല പ്രോഡക്റ്റ് ഓഫ് അഡ്ജസ്റ്റന്റ് മാത്രം കണ്ടുപിടിക്കാൻ 4 into 2 8. ഓക്കെ, അപ്പൊ എന്റെ സർക്യൂട്ട് എന്തായി മാറി? ഈ R1 പകരം എനിക്ക് എന്ത് എഴുതാം? 20/11 ഓം എന്ന് ഞാൻ എഴുതുവാണ്. R2 പകരം എനിക്ക് എന്ത് എഴുതാം? 10/11. R3 പകരം എനിക്ക് എന്ത് എഴുതാം? 8/11. എന്റെ സർക്യൂട്ട് ഇപ്പൊ വളരെ സിമ്പിൾ ആണ് അല്ലെ? ഇനി ഇത് കണ്ടുപിടിക്കാൻ ഈ 4 ഓമും ഈ 10/11 സീരീസിലാണ്. കാരണം അവിടെ വേറെ ജംഗ്ഷൻ ഒന്നും ഇല്ല. ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോ ആ ജംഗ്ഷൻ പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് ഡയറക്റ്റ് സീരീസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, എനിക്ക് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് സം എടുത്താൽ മതി. 4 plus 10/11 ഇതായിരിക്കും ഇവിടെ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് വീണ്ടും സം എടുത്താൽ മതി. 2 plus 20 divided by 11. ഓക്കെ, 4 plus 10/11 എന്ന് പറയുന്നത് 4 plus 10/11 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 44 plus 10, 54 divided by 11 ആയിരിക്കും എനിക്ക് കിട്ടും. ഇത് 54 divided by 11. ഇവിടെ 2 plus 20/11, 2 into 2 plus 20 divided by 11. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 22 plus 20, 42 divided by 11. ഓക്കെ, അപ്പോ ഇത് എന്തായി മാറി? 42 divided by 11. ഇനി ശ്രദ്ധിക്കാം, ഇതും പാരലലാണ്. മുകളിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസും താഴെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസും പാരലലാണ്. അപ്പൊ പാരലൽ ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് എഴുതണം? 1/R effective equal to 1/R1 plus 1/R2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിനെ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇതിന്റെ റെസിപ്രോക്കൽ 11/54 പ്ലസ് ഇതിന്റെ റെസിപ്രോക്കൽ 11/42. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് R effective കിട്ടും. ഓക്കെ, ഞാനിപ്പോ ചെയ്യുന്നില്ല, കുറച്ച് സമയം പോകും, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ R effective എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ആ R effective കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ റെസിസ്റ്റൻസ് എനിക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ R effective കണ്ടുപിടിച്ചിട്ട്. അപ്പൊ ഇവിടെ 1/R effective ആണ് കിട്ടുന്നത്. ഇതിന് റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് എനിക്ക് R effective കിട്ടാൻ പോകുന്നത്. R effective കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ R effective 8/11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോ ഫൈനൽ RF എന്ന് ഞാൻ എഴുതുന്നു. ഫൈനൽ R എന്ന് പറയുന്നത് ഈ R effective പ്ലസ് 8/11 ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ചെയ്തതിന് ശേഷം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കാം. ഞാൻ ആൻസർ അതിന് ശേഷം എഴുതുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ചിലപ്പോൾ കാൽക്കുലേറ്ററിന്റെ ആവശ്യം വരും. പക്ഷെ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് വരുമ്പോൾ ന്യൂമറിക്കൽസ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ ആഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എളുപ്പമായിട്ടായിരിക്കും വരുന്നത്. ഇത് ഞാനായിട്ട് ഇട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ന്യൂമറിക്കൽസിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ റെസിപ്രോക്കൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2.147 എന്നാണ് കിട്ടുന്നത്. അതിനുശേഷം അതും 8/11 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.874 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഈ സർക്യൂട്ട് ഒരു ഡെൽറ്റ സർക്യൂട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സർക്യൂട്ടിന് നമ്മൾ സ്റ്റാർ ആയി കൺവേർട്ട് ചെയ്തു. അപ്പൊ സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും ഈ 4ഉം ഈ R2ഉം എനിക്ക് സീരീസിൽ സോൾവ് ചെയ്യാം. അതിനുശേഷം ഈ 2ഉം ഈ R1ഉം വീണ്ടും എനിക്ക് സീരീസിൽ സോൾവ് ചെയ്യാം. അപ്പൊ അതിനെ ഒരു രണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും, RE1 RE2 എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ RE1നെയും RE2നെയും എനിക്ക് പാരലല് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അത് RE ആണെങ്കിൽ ആ REനെയും ഈ R3നെയും എനിക്ക് സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ ഫൈനൽ റെസിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു സ്റ്റാർ ടു ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ എന്ന് പറയുന്നത്. പല സർക്യൂട്ടിലും നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ആലോചിക്കേണ്ടത് എനിക്ക് സീരീസ് വെച്ചോ പാരലൽ വെച്ചോ ആ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പറ്റില്ല എന്നുണ്ടെങ്കിൽ വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് കൺസെപ്റ്റ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ? മുകളിലുള്ള ഡിവൈഡറിന് താഴെയുള്ള റേഷ്യോ സെയിം ആണോ? അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒന്നിനെ സ്റ്റാർ ആയിരുന്നു അതിനെ ഡെൽറ്റ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്യൂട്ട് എളുപ്പമാവും, അല്ലെങ്കിൽ ഡെൽറ്റയെ സ്റ്റാർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്യൂട്ട് എളുപ്പമാവും നോക്കാം. അതും പറ്റില്ലെങ്കിൽ മാത്രം
കിർച്ചോഫ്സ് ലോസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ സർക്യൂട്ട് നമ്മൾ കിർച്ചോഫ്സ് ലോസ് വെച്ച് വേണമെങ്കിലും സോൾവ് ചെയ്യാവുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് സ്റ്റാർ ടു ഡെൽറ്റ ചെയ്യാം. അഗൈൻ തിയറി പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 99.9% വരത്തില്ല. കാരണം ഇങ്ങനത്തെ ടഫ് സർക്യൂട്ട്സ് ഒന്നും എഴുതി പ്രൂവ് ചെയ്യാനായിട്ടൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഇത് വരാൻ പോകുന്നത് JEE അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ കേരള എൻട്രൻസ് ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റാർ ടു ഡെൽറ്റ ആൻഡ് ഡെൽറ്റ ടു സ്റ്റാർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇൻ ദ കമന്റ്സ്.